ശരിയാണ്, അണ്ണ മൂത്താലും മരം കയറ്റം മറക്കില്ല. ഇവർക്ക് ഇങ്ങനെ മാത്രമേ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ, അതേത് നിലയിൽ വന്നതായിരുന്നാലും ശരി. ഉമ്മയാകട്ടെ, മകളാകട്ടെ, ഭാര്യയാകട്ടെ, ഇനി ആരാന്റെ ഉമ്മയോ മകളോ ഭാര്യയോ ആകട്ടെ, ഇവർക്കതൊന്നും വിഷയമല്ല. ഇവർക്കാകെ പെണ്ണിനെ കാണാൻ സാധിക്കുന്നത് കൃഷിയിടം എന്ന നിലയിൽ മാത്രമാണ്. ഇപ്പോ ഇവരുടെ ഈ ഭീകരതയ്ക്കുണ്ടല്ലോ നല്ല രൂപത്തിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി തന്നെ നരേന്ദ്രമോദി നല്ല ഒരു റമലാൻ സമ്മാനം കൊടുത്തു. വഖഫ് ബില്ലിന്റെ ഭേദഗതി പാസായി. ഇവര് വിചാരിച്ചു അയ്യോ നരേന്ദ്രമോദി ഇവരുടെ ഭീകരത കണ്ടങ്ങ് ഒതുങ്ങിപ്പോകും, പേടിച്ചു പോകും. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്, ഒളിക്കാനല്ല എന്നിവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഏതാണ്ട് മനസ്സിലായി കാണുമായിരിക്കും. വിശ്വാസികളൊന്നും വിളിക്കില്ല സുഹൃത്തേ. വിശ്വാസികൾക്കൊക്കെ വിളിക്കണമെങ്കിൽ അവർക്ക് ഈ മതത്തെ കുറിച്ച് അറിയാൻ പറ്റണ്ടേ? ഫ്രീ തിങ്കറെ, നമ്മൾ എത്രയായി ഇതിനു വേണ്ടിയിട്ട് മെനക്കെടുന്നു. വിളിച്ചു ചുമ്മാ 4 തെറി പറയാനും ഒരു ഗഡ്സ് വേണം. കാരണം ഇങ്ങോട്ട് വിളിച്ചാൽ അതുപോലെ തിരിച്ചും കിട്ടും. എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് ഞാൻ ചിലപ്പോൾ തന്തയുടെ തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും. അതല്ലാതെ അനാവശ്യങ്ങളും തെറിപ്പൂരപ്പാട്ടുകളൊന്നും പാടില്ല കേട്ടോ. ഓരോരുത്തർ പഠിച്ചതുപോലെ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. ഇപ്പോ ഇസ്ലാമിക ഭീകരതയ്ക്ക് വിരാമം കുറിക്കാനാണ് ട്രംപ് അവതരിച്ചത്. ഒരു പയ്യൻ അവന്റെ വീട്ടിലുള്ള അവൻ സ്നേഹിച്ച 3 പേരെയും അവനെ സാമ്പത്തികമായി സഹായിക്കാൻ ഒന്നുമില്ലാത്ത 3 പേരെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്റെ ഉമ്മയെ അവന് വേണം എന്ന്. അപ്പം ഇതുപോലെയുള്ള മാനസികാവസ്ഥയിലല്ലേ ഇവരൊക്കെ ജീവിക്കുന്നത്? ഇവർക്കൊക്കെ അവസരത്തിന്റെ അഭാവം മാത്രമല്ലേ ഉള്ളൂ. ഇവരുടെ വിശ്വാസം എവിടെ പോയി? പരലോകം, സ്വർഗം, നരകം ഇവരിങ്ങനെ വാതോരാതെ പറയാറുണ്ടല്ലോ. അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്താലും എന്റെ കണ്ണും കാതും ഹൃദയവും ഒക്കെ ഞാൻ എന്ത് പറഞ്ഞു, എന്ത് ചിന്തിച്ചു, എന്ത് കേട്ടു, ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ നാളെ എന്നോട് ചോദ്യം ചെയ്യപ്പെടും എന്നൊരു ഭയം, എന്നൊരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒന്നാണ്. ഇന്നലെ ഒരു ഉസ്താദ് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് വ്യഭിചരിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് എന്താ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ ചുംബിക്കാൻ ആഗ്രഹമില്ലേ? ഉണ്ട്. അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. അപ്പൊ അള്ളാഹു ഇതൊക്കെ പുറത്തു തരും, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, അതല്ലെങ്കിൽ കുറച്ച് ദാനധർമ്മം ചെയ്താൽ മതി, നമസ്കരിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇവരത് ചെയ്യും. പ്രവാചകനോട് പ്രവാചകന്റെ ഒരു അനുചരൻ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എനിക്ക് സ്വർഗം കിട്ടുമോ? കിട്ടും. ഞാനൊരു പെണ്ണിനെ ചുംബിച്ചിട്ടുണ്ട് പ്രവാചകരെ, എനിക്ക് സ്വർഗം കിട്ടുമോ? കിട്ടൂടാ. ഞാൻ മോഷ്ടിച്ചാലും കിട്ടുമോ പ്രവാചകരെ? കിട്ടൂടാ. ഇതെനിക്ക് മാത്രമുള്ള വിധിയാണോ പ്രവാചകരെ? അല്ലടാ, എല്ലാ വിശ്വാസികൾക്കും അങ്ങനെ തന്നെയാണ്. ഈ ഹദീസ് പഠിച്ച ഉസ്താദിനെ എന്തിനാ പഠിച്ചോനെ പേടിക്കുന്നത്? അവസരത്തിന്റെ അഭാവം ഒന്ന്. നമ്മുടെ നാട്ടിലെ നിയമം, സോഷ്യൽ മീഡിയ, ആളുകൾ എടുത്തിട്ട് അലക്കും, ഇത് മാത്രമേ ഇവരെ തടയുന്നുള്ളൂ. ഇപ്പോ ഇതുപോലെയുള്ള ഭീകരന്മാര്, ഇവരുടെ മതരാഷ്ട്രവാദമുണ്ടല്ലോ, ലോകത്തെ ഇസ്ലാമിക ഭീകരതയെ മുഴുവനും തുടച്ചു നീക്കാൻ നെതന്യാഹുവും ട്രംപും നരേന്ദ്രമോദിയും ഒരുമിച്ചാൽ സാധിക്കും. 2025 അവസാനിക്കുന്നതിനു മുമ്പ് അമേരിക്കയിലെ ഈ ഇസ്ലാം മത തീവ്രവാദികളെ മുഴുവനും ഒരെണ്ണമില്ലാതെ വല വെച്ചരിച്ചു പെറുക്കാനാണ് ട്രംപിന്റെ നിർദ്ദേശം. കുഴപ്പമില്ലല്ലോ ജെ കെ, ഞാൻ ഇന്നലെ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. സ്വർഗത്തിൽ ഉമ്മായേയും കിട്ടും, ഉമ്മുമായേയും കിട്ടും, കുഞ്ഞുമായേയും കിട്ടും, വല്ലുമ്മാനെയും കിട്ടും, കൊച്ചപ്പായേയും കിട്ടും, മൂത്തപ്പായേയും കിട്ടും, മകളെയും കിട്ടും, മകനെയും കിട്ടും, മരുമകളെയും കിട്ടും, ഇനിയും സഹോദരിയുടെ മക്കളെയും കിട്ടും. ഒരു കുഴപ്പമില്ല. ഈ ലോകത്ത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിവാഹങ്ങളും പരലോകത്തൊക്കെയാണ്, കിട്ടും. അപ്പോ ട്രംപിനറിയാം ഈ ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കണമെങ്കിൽ നമ്മളിപ്പോൾ സഡൻ ആക്ഷൻ എടുത്തേ പറ്റും. എല്ലാ കാലത്തും ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരെ പോരാടിയിട്ടുള്ള നരേന്ദ്രമോദിയും നെതന്യാഹുവും ഇതിനോടൊപ്പം ഒരുമിച്ച് നിൽക്കുകയാണ്. ജൂതവിരുദ്ധത പ്രകടിപ്പിച്ച്
പലസ്തീൻ അനുകൂലമായി പ്രതിഷേധം നടത്തിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ജിഹാദി പൗരന്മാരുടെയും വിസ റദ്ദാക്കാനാണ് ട്രംപ് ആദ്യം ഉത്തരവിട്ടത്. കാരണം പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് ഇവർ ഹമാസിനെ വെള്ളപൂശാനും ഹമാസിനെ വളർത്താനുമാണ് ശ്രമിക്കുന്നത്. ഒന്നത് അതിന് തടയിട്ടേ പറ്റൂ. രണ്ട്, വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുന്ന ഈ ഭീകരത, ഈ ഐസിസ് ഭീകരരെയും ഹമാസ് ഭീകരരെയും ഒക്കെ എന്തോ വലിയ സംഭവങ്ങളായി കാണുന്ന ഒരു പ്രവണത വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് മുളയിലെ നുള്ളിയിട്ടില്ലെങ്കിൽ അത് അമേരിക്കയെ വരിഞ്ഞു മുറുക്കുന്ന പുതിയ ഒരു ഐസിസ് ആയി രൂപാന്തരപ്പെടും എന്ന് ട്രംപിനറിയാം. ട്രംപിന് രാജ്യത്തെ സംബന്ധിച്ചറിയാം. രാജ്യത്തിന്റെ നിലപാടുകളെയും നയങ്ങളെയും രാജ്യത്തിന്റെ ഓരോ ചലനങ്ങളെയും സംബന്ധിച്ച് വ്യക്തമായി അറിയുന്ന ട്രംപ് ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ പോലും ട്രംപിനെ കുറ്റം പറയില്ല. കാരണം അമേരിക്കയെ സുരക്ഷിതമാക്കേണ്ടുന്ന ബാധ്യത ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഴുവൻ ഹമാസ് ഭീകരരെയും ഹമാസിനെ വെള്ള പൂശിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇടപെട്ട മുഴുവൻ ആളുകളെയും പുറത്താക്കുക, അവരുടെ പൗരത്വം റദ്ദ് ചെയ്തിട്ട് ഒട്ടനടി തന്നെ ഉത്തരവെടുക്കുന്നു. ഇതാന്ന് പറയുന്നതിന് മുമ്പ് അവരെയൊക്കെ നാട് കടത്തുന്ന ഏർപ്പാട് ട്രംപിനെ പറ്റൂ കേട്ടോ. അതൊക്കെ അമേരിക്കയിലെ തന്ത്രപ്രധാനങ്ങളായിട്ടുള്ള ഓഫീസുകളിൽ നിന്നും ഹമാസിനെ അനുകൂലിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു കമന്റ് രൂപത്തിലെങ്കിലും ഒരു പോസ്റ്റ് രൂപത്തിലെങ്കിലും ഇതുപോലെയുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ അവരുടെ വീഡിയോകൾ ഷെയർ ചെയ്യുകയെങ്കിലും ചെയ്താൽ മുഴുവൻ ആളുകളെയും പൊക്കാനാണ് ട്രംപ് പറഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് ട്രംപിന്റെ മേശപ്പുറത്തെത്തുന്നു. അവരുടെ വിസകൾ റദ്ദ് ചെയ്യണം, പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കുന്നു. മതം അറിയുന്ന വിശ്വാസികൾ ഇല്ലാത്തത് കൊണ്ടല്ല JK, അവര് പഠിച്ച മതം ശരിയല്ല എന്നവർക്ക് മനസ്സിലായി. ഇപ്പോ അവര് പഠിച്ച മതത്തെക്കുറിച്ച് നമ്മളോട് വന്ന് ഫോണിലൂടെ എന്തെങ്കിലും ഗീർവാണം അടിച്ചാല് കൃത്യമായിട്ടുള്ള മതം എന്താണ് എന്ന് ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് ഒന്നുമല്ലെങ്കിൽ ശബ്ദമെങ്കിലും തിരിച്ചറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകത്തില്ലേ, അതുകൊണ്ട് പേടിച്ചിട്ടാ വരാത്തത്, അല്ലാതൊന്നുമല്ല. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല, ലൈവ് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രോഗ്രാം ഇട്ട് നോക്കട്ടെ, പിന്നീട് റെക്കോർഡ് ചെയ്തിട്ട് ടെലികാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവരറിയാതെ, എന്നാൽ ഇഷ്ടം പോലെ കോളുകൾ വരും. എല്ലാം തന്തയ്ക്ക് വിളിയായിരിക്കുന്നേ ഉള്ളൂ. അവർക്ക് അറിയുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും. ചെറിയ പ്രായം മുതലേ പഠിച്ചതും കേട്ടതും അനുഭവിച്ചതും അവർ പരിശീലിച്ചതുമായിട്ടുള്ള തന്തയ്ക്ക് വിളികൾ അവരിങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ തീവ്രവാദികൾക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളും അമേരിക്കയുടെ ഏത് മുക്കിലും മൂലയിലും ഉണ്ടെങ്കിലും ശരി, എല്ലാ ആളുകളുടെയും പേര് വിവരങ്ങൾ 60 ദിവസത്തിനകം ട്രംപിന്റെ മേശപ്പുറത്തെത്തിയിരിക്കണം എന്നുള്ള ഉത്തരവ് വന്നതിന് പിന്നാലെ 2 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റുകളാണ് അമേരിക്കൻ ഓഫീസേഴ്സ് സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഹമാസ് അനുകൂല പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടില്ല, ഇനിമേലിൽ ഒരു രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും മതപ്രവർത്തനങ്ങളും നടത്തില്ല എന്ന മാപ്പപേക്ഷകൾ ഫെഡറൽ ഏജൻസികൾക്ക് മുന്നിൽ കൂന കൂടി കിടക്കുകയാണ്. ഇതൊന്നും ഒരെണ്ണം പോലും തുറന്നു നോക്കരുത് എന്നാണ് ട്രംപിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശം. കാരണം തൽക്കാലം ഇവർക്ക് ഇവിടെ നിന്നേ പറ്റൂ. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാ പോയത്? പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ, പണമുണ്ടാക്കാൻ പോയതാ. സമ്പത്ത് വാരിക്കൂട്ടാൻ അമേരിക്കയിൽ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയതാ. അല്ലാതെ ഇവിടെ എന്താ മതപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവർക്ക് ഇവിടെ അവരുടെ മതം ഫോളോ ചെയ്യാൻ? ഇല്ല. അപ്പൊ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാടിക്കേറിപ്പോയ ആളുകൾ അവിടെ പോയിട്ട് കുറെ പണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ഡോക്ടറിനെ, ഒരു ഡോക്ടർ വൈഫ് നേഴ്സാണ്, ഒറ്റ ജൂതന്മാർക്കും ഞങ്ങൾ ചികിത്സ കൊടുക്കില്ല എന്നും എത്ര ജൂതന്മാരെ ഞങ്ങൾ നരകത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞു വിളിച്ചു മാപ്പ് പറഞ്ഞു വന്നു. അതുപോലെ ട്രംപിന്റെ ഓഫീസിൽ കൂന കൂടി കിടക്കുകയാണ് മാപ്പപേക്ഷകൾ. ഞങ്ങൾക്ക് ക്ഷമിച്ചു തരണം, ഒരു തെറ്റ് ആർക്ക് വേണമെങ്കിലും പറ്റില്ലേ.